വിവാദ വിഷയങ്ങൾക്കിടെ LDF യോഗമെന്ന് തിരുവനന്തപുരത്ത് ചേരും. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല അനുമതി നൽകാനുള്ള തീരുമാനത്തെയും കിഫ്ബി റോഡുകളിൽ യൂസർ ഫീ പിരിക്കാനുള്ള നീക്കത്തെയും CPI എതിർക്കും. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തിനുള്ള അവഗണനയ്ക്കെതിരെ സമരപരിപാടികളാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. സജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. അജീഷ്, അപ്പോൾ LDF ഒരു നിർണായക യോഗത്തിനായിട്ടാണ് ഇന്ന് ചേരാൻ പോകുന്നത്. അപ്പോൾ അതിൽ CPIയുടെ എതിർപ്പ് വിവിധ വിഷയങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മദ്യനിർമ്മാണശാലയാണ്. അതിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നൊക്കെ CPI ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ട്. അത് LDF യോഗത്തിൽ ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് പ്രതികരണങ്ങൾ എന്തായിരിക്കും, അതിനൊക്കെ തന്നെ രാഷ്ട്രീയ കൗതുകമുണ്ട്. അപ്പോൾ എത്ര മണിക്കാണ് യോഗം ആരംഭിക്കുന്നത്, ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കും എന്നതൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രജൻസ്മിത, എന്തായാലും ഇന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് LDF യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. ഇന്ന് CPIയുടെ ആസ്ഥാന മന്ദിരമായ MN സ്മാരകത്തിൽ വെച്ചാണ് LDF യോഗം ചേരുന്നത്. ആദ്യമായിട്ടാണ് ഈ പുതുക്കിയ MN സ്മാരകത്തിലേക്ക് മുഖ്യമന്ത്രിയും മറ്റ് ഘടകകക്ഷികളും എത്തുന്നത്. ഈ പുതിയ നവീകരിച്ച പാർട്ടി ഓഫീസ് കാണുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട് ഇന്നത്തെ LDF യോഗത്തിന്. വൈകിട്ട് 3:30-ക്കാണ് LDF യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായും ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള അവഗണന, ഇതിലുള്ള പ്രതിഷേധ പരിപാടികൾ, സമരപരിപാടികൾ എങ്ങനെ തീരുമാനിക്കണം, ഇതാണ് അജണ്ടയായി തീരുമാനിക്കുന്നത്. പക്ഷേ ഈ പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറി പ്ലാന്റ്, അതുപോലെ തന്നെ സ്വകാര്യ സർവകലാശാല, മാത്രമല്ല കിഫ്ബി റോഡുകളിലെ യൂസർ ഫീ, ഈ വിഷയങ്ങളും ഇന്നത്തെ LDF യോഗത്തിൽ ചർച്ചയ്ക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറി പ്ലാന്റിലും കിഫ്ബി യൂസർ ഫീയിലും CPI നേരത്തെ തന്നെ എതിർപ്പ് അറിയിച്ചതാണ്. എലപ്പുള്ളിയിലെ വിഷയത്തിൽ പാലക്കാട് ജില്ലാ കൗൺസിൽ തന്നെ എതിർപ്പ് അറിയിച്ചു, സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. സംസ്ഥാന കമ്മിറ്റി തന്നെ അവരുടെ നിർവാഹക സമിതി യോഗത്തിൽ ഈ എതിർപ്പിനെ അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ LDF യോഗത്തിലും പാലക്കാട് വിഷയത്തിൽ അവർ ആ എതിർപ്പ് ഉന്നയിക്കും. കിഫ്ബി യൂസർ ഫീ വിഷയത്തിലും അവർ എതിർപ്പ് അറിയിക്കും. പക്ഷേ CPMന്റെ ഭാഗത്ത് നിന്ന് കിഫ്ബി റോഡുകൾ ആദായകരമാക്കുക എന്നൊരു, അതായത് നിയമസഭയിൽ അവർ സ്വീകരിച്ച നിലപാട് തന്നെയായിരിക്കും CPMന്റെ ഭാഗത്ത് നിന്ന് ഇന്നത്തെ LDF യോഗത്തിൽ ഉന്നയിക്കുക. പ്രധാനമായി സ്വകാര്യ സർവകലാശാലയിലെ കാര്യത്തിലും സർക്കാരിൻ്റെ ഒരു നയമാറ്റമാണ് കാണുന്നത്. CPI ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നതും ഏറെ നിർണായകമാണ്. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ LDF യോഗത്തിൽ ഈ വിഷയങ്ങൾ വരുമ്പോൾ, അത് ചർച്ചയായി വരുമ്പോൾ എന്താണ്, ഏതൊക്കെ നേതാക്കൾ ഏതൊക്കെ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടി നിലപാട് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. എന്തായാലും CPM ഈ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ട് പോകുമെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. അതിൽ CPIയുടെ എതിർപ്പൂരും കൂടി വരുമ്പോൾ അതിന് കൂടുതൽ മറ്റാളുകൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, മറ്റ് ഘടകകക്ഷികൾക്ക് എന്താണ് അഭിപ്രായം, ഇതൊക്കെ ഇന്ന് യോഗത്തിൽ കണ്ടറിയാം.